ചെറുപ്പക്കാരിൽ ഹൃദ്രോഗം ഇന്ന് കൂടുതലാണ്. പ്രായമുള്ളവരെ പോലെ ചെറുപ്പക്കാരും ഹൃദ്രോഗ സാധ്യത കൂടുതലുള്ളവരായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിന്റെ കാരണം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കയ്യിലിരിപ്പ് തന്നെയാണ്. നമ്മൾ ഇന്നിപ്പോൾ വ്യായാമം ചെയ്യാൻ മടിയുള്ളവരായിട്ട് മാറിയിരിക്കുകയാണ്. ഭക്ഷണത്തിൽ യാതൊരു നിയന്ത്രണവുമില്ല. ജങ്ക് ഫുഡ് ആയിക്കോട്ടെ, ഫാസ്റ്റ് ഫുഡ് ആയിക്കോട്ടെ, പ്രോസസ്ഡ് ഫുഡ് ആയിക്കോട്ടെ, ഇങ്ങനെയാണ് നമ്മുടെ ഭക്ഷണ രീതി. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കാൻ നമുക്ക് മടിയാണ്. അതുപോലെ തന്നെ കലോറി കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നു. വ്യായാമം തീരെയില്ല. ഇതെല്ലാം കൂടെ വയറിലും ശരീരത്തിലും കൊഴുപ്പായിട്ട് അടിഞ്ഞു കൂടുന്നു. കുടവയറും അമിതവണ്ണവും ഉണ്ടാക്കും. ഇതെല്ലാം കാരണം നമ്മുടെ കൊളസ്ട്രോളും കൂടുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ രക്താതിസമ്മർദ്ദം വർദ്ധിക്കുന്നു, പ്രമേഹം വരുന്നു. ഇതെല്ലാം കൂടെ ഹൃദ്രോഗം ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞൻ ലൈപ്പോപ്രോട്ടീൻ ലിറ്റിൽ എന്ന് പറയുന്ന വകഭേദം ഏഷ്യക്കാരിൽ കൂടുതലാണ്. ഇതും ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കും. ഇതോടൊപ്പം നമ്മുടെ സ്ട്രെസ്സും പലതരത്തിലുള്ള ഇൻഫെക്ഷൻസും വന്നിട്ട് ശരീരത്തിൽ എപ്പോഴും ഒരു ഇൻഫ്ലമേഷൻ അവസ്ഥയുണ്ടാകും. ഇത് പലപ്പോഴും ഹൃദ്രോഗ സാധ്യതയും ബ്ലോക്കുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും ചെറുപ്പക്കാരിൽ വർദ്ധിപ്പിക്കും. പിന്നെ പാരമ്പര്യത്തെ കുറച്ച് കാണരുത്. നമ്മുടെ വീട്ടുകാർക്ക്, അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ചെറുപ്രായത്തിൽ ഹൃദ്രോഗം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ഭക്ഷണ രീതിയിലും വ്യായാമത്തിലും കാതലായ മാറ്റം വരുത്തിയാൽ നമുക്ക് ഹൃദ്രോഗത്തെ ചെറുപ്പക്കാരിൽ തടഞ്ഞു നിർത്താൻ സാധിക്കും. ഇനി ഹൃദ്രോഗം വന്നാൽ കൃത്യമായിട്ട് ചികിത്സിക്കുക, ലക്ഷണങ്ങൾ നേരത്തെ അറിയുക. അതുകൊണ്ട് ഇത്തരത്തിൽ നല്ലൊരു ജീവിത രീതി പിന്തുടർന്ന് കൃത്യമായിട്ടുള്ള ചെക്കപ്പുകളും മറ്റും നടത്തി ഈ പറഞ്ഞ പ്രമേഹവും രക്താതിസമ്മർദ്ദവും എല്ലാം നിയന്ത്രിച്ച് നിർത്തിയാൽ ചെറുപ്പക്കാരിലും മുതിർന്നവരെ പോലെ പ്രായമുള്ളവരെ പോലെ ഹൃദ്രോഗം വരാതെ നോക്കാൻ സാധിക്കും. താങ്ക് യു.